വെറുതെ എൻ്റെ അടുത്ത് നമ്പർ ഇടുകയാണെന്ന് എനിക്കറിയാം. ശരിക്കും എൻ്റെ അടുത്ത് നീരസം ഉണ്ടായിരുന്നെങ്കിലേ വസുന്ധര ആന്റിയുടെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്നോട് മിണ്ടാതെ ഓഫീസിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാരിത്തരട്ടെ? എനിക്കൊന്നും വേണ്ട, മുന്നീന്ന് മാറ്, എനിക്ക് ഓഫീസിൽ പോണം. എന്തിനീ വാശി? അതിന് മാത്രം എന്താ ഇവിടെ നടന്നത്? ഒന്നും നടന്നില്ല, അത് തന്നെയാണ് പ്രശ്നം. കല്യാണം കഴിക്കണ്ടെന്ന് കരുതിയവനാ ഞാൻ. ജാതകദോഷം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പാറു പിന്നാലെ നടന്നപ്പോ സമ്മതിച്ചു പോയി. അതിന്റെ പേരിൽ എന്റെ ജീവിതം ഇത്രയും വലിയ നരകാവുന്ന ഞാൻ കരുതിയില്ല. നമ്മുടെ ജീവിതം നരകമാണോ? ഞാനാണോ ആ നരകത്തിലെ ചെകുത്താൻ? പഴക്കിടാൻ ഞാനില്ല, എങ്കിലും സമയം കിട്ടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ജീവിതം എന്താണെന്ന്. നീ തനിയെ എന്റെ മുന്നിൽ നിന്ന് മാറുന്നോ അതോ ഞാൻ പിടിച്ചു മാറ്റണോ? എന്നെ പിടിച്ച് തള്ളിയിട്ട് പോവാൻ പറ്റുമെങ്കിൽ പൊയ്ക്കോ. അതല്ല, ഞാനായിട്ട് മാറണമെങ്കിൽ ഈ ആഹാരം കഴിച്ചിട്ട് പോവാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഗൗതം കഴിക്കാതെ ഓഫീസിൽ പോയാ ഞാൻ ഫുഡും കൊണ്ട് ഓഫീസിലോട്ട് വരും. നീ അങ്ങോട്ട് വരികയേ വേണ്ട, അവിടെ കല്യാണം കഴിക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ ഉള്ളതാ. ഓഹോഹോ, അതായിരിക്കും ധൃതി പിടിച്ച് അങ്ങോട്ട് ഓടുന്നത്. അതെ, എനിക്ക് ഗൗതമിനെ ഒരു സംശയവും ഇല്ല. ഓഫീസിലുള്ളവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അൺമാരീഡ് ആണെന്ന് കരുതി അവരാരും ഗൗതമിനോട് കൊഞ്ചിക്കൊഴയാൻ വരില്ല. അയ്യോ, നീ വരണ്ടെന്ന് പറഞ്ഞത് ഓഫീസിൽ അൺമാരീഡ് ആയിട്ടുള്ള സുന്ദരിമാരുടെ അടുത്ത് എനിക്ക് കൊഞ്ചിക്കൊഴയാനല്ല. പിന്നെ നീ ഓഫീസിൽ വന്ന് അവരെ കണ്ട അവരെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉള്ളൂ എന്ന് നീ പ്രതിജ്ഞ എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ ഫുഡ് വേസ്റ്റ് ആക്കാതെ നീ തന്നെ കഴിച്ചു. കൂടുതൽ പ്രതിജ്ഞകൾ എടുക്കാനുള്ള ആരോഗ്യം വെക്കട്ടെ. ഗൗതം നിക്ക്. നിധിയോടുള്ള ദേഷ്യമേ മറ്റുള്ളവരോട് കാണിക്കണ്ട, വല്ലതും കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. ഗൗതമിന് വേണമെങ്കിൽ ഞാൻ വിളമ്പി തരാം. എങ്കിൽ ഈ വീട്ടിലുള്ള ആഹാരം മുഴുവൻ എടുത്ത് ഞാൻ റോഡിലെറിയും. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലാന്ന് വെച്ച് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ഭർത്താവെന്ന് പറഞ്ഞാ ഭാര്യ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് അവളുടെ പിന്നാലെ കറങ്ങി തിരിയുന്നവനാണെന്നാ നിധിയുടെ വിചാരം. കല്യാണം കഴിച്ച വീട്ടിൽ വന്ന് എങ്ങനെ പെരുമാറണമെന്ന് ഇവളുടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടില്ല ഗൗതം. ശരിയാ, എന്റെ അമ്മയ്ക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ശിവാനിയുടെ കല്യാണം കൂടി സദ്യ ഉണ്ടിട്ട് പോകാൻ വന്നതാ ഞാൻ. അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതിനിടയിൽ ഒരു ഭാര്യ എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്നെ പഠിപ്പിക്കാൻ എന്റെ അമ്മയ്ക്ക് തീരെ സമയം കിട്ടിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ എല്ലാം ഇവളോട് പറഞ്ഞു കൊടുത്തതാ. അതിന്റെ ഗുണമായി ഇവള് കാണിക്കുന്നത്. ആന്റി വെറുതെ അമ്മയെ കുറ്റം പറയണ്ട. ഞാനും ഗൗതവും തമ്മിൽ പിരിയുന്നത് കാണാനാണ് ആന്റി ആഗ്രഹിക്കുന്നത്. എന്റെ സ്ഥാനത്തൊരു കോടീശ്വരിയായ മരുമകൾ വന്നാ ആന്റി ഹാപ്പി ആവും. അതിനു വേണ്ടി എന്നെ കൊല്ലാൻ പോലും ആന്റിക്ക് മടിയൂല. കയ്യങ്ങള് വേണ്ടമ്മേ. അപ്പോ നീയും ഇവളുടെ ഭാഗത്തല്ലേ? എങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ അമ്മയെ തടഞ്ഞത് ഞാൻ ഇവളുടെ ഭാഗത്തായതുകൊണ്ടല്ല. എന്തർത്ഥത്തിലാ നമ്മളെ പിരിക്കാൻ ശ്രമിക്കുന്നത് അമ്മയാണെന്ന് നീ പറഞ്ഞത്? താലികെട്ട് ചടങ്ങ് നിർത്തിവെച്ചത് അമ്മയാണോ? ആ ചടങ്ങ് നടത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തത് നീയല്ലേ? നമ്മുടെ കുടുംബജീവിതത്തിന്റെ ശത്രു നീ തന്നെയാ. യുദ്ധം ചെയ്യേണ്ടത് നിന്റെ നിഴലിനോട് തന്നെയാ. എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇന്ന് അമ്മയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണം. എന്നിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ ഓഫീസിൽ കൊടുത്തയക്കണം. ശരി മോനെ, ഇനി എന്നും നിന്റെ ഭക്ഷണക്കാര്യത്തില് അമ്മയുടെ ഒരു കണ്ണുണ്ടാവും. എന്റെ രണ്ട് കണ്ണും ഞാൻ ഗൗതമിന്റെ ഭക്ഷണത്തിലേക്ക് തുറന്നു വെച്ചിരിക്കും. അടിച്ചുമാറ്റി കഴിക്കാനായിരിക്കും.